അശ്വതി വിശ്വനാഥൻ നമുക്കിപ്പം ഉണ്ട്. അശ്വതി, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു പരക്കെ മഴ സാധ്യതയുണ്ട്. എവിടെയൊക്കെയോ അലേർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണോ? എങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ? സേതു, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വെരി ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മഴയുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഈ തെക്കൻ കേരളത്തിൽ മഴ കടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരിട്ട് കാലാവസ്ഥാ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്ന് മാപ്പ് നോക്കുമ്പോൾ 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം എന്നിവിടങ്ങളിലാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ യെല്ലോ അലേർട്ട് ഉള്ളത്. ഇവിടെ ശക്തമായ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചനം. അപ്പോൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്, കൃത്യമായി പാലിക്കുക. ഇതുകൂടാതെ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അടുപ്പിച്ച് 5 ദിവസം ശക്തമായ മഴയായിരിക്കും അല്ലേ. ഈ മഴയ്ക്കുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? ഈ തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലും ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റിൻ്റെ സംയോജനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ അടുപ്പിച്ചുള്ള ശക്തമായ മഴയ്ക്കുള്ള കാരണം. അടുത്തതായി ഒരു പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശമാണ്. കന്യാകുമാരി തീരത്ത് ഇന്ന് മുതൽ നാളെ രാവിലെ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രത്യേക മുന്നറിയിപ്പുണ്ട്, ശ്രദ്ധിക്കുക. ഈ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കണം. ഈ കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. അടുത്തതായി വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കുക. ഈ ഒരു സമയത്ത് ഈ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ കടലിലേക്ക് ഇറക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. മാത്രമല്ല വിനോദസഞ്ചാരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പ്രത്യേകം ശ്രദ്ധ, ജാഗ്രത പുലർത്തുക. മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം തുടങ്ങിയവയാണ് ഈ യാനങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ. ഇതെല്ലാം തന്നെ കൃത്യമായി പാലിക്കുക. ഇനി ഇതൊക്കെയാണ് സംസ്ഥാനത്തെ കേരളത്തിലെ മഴ വിശേഷങ്ങളെല്ലാം. ഇനി നമുക്ക് താപനില പരിശോധിക്കണം. എങ്ങനെയൊക്കെയാണ് ജില്ലകളിലെ താപനില എന്ന് നോക്കണ്ടേ. നിലവിൽ പാലക്കാട്, കോഴിക്കോട്, കോട്ടയം എന്നീ ജില്ലകളിലാണ് ഉയർന്ന താപനിലയുള്ളത്. 35 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. ശേഷം കണ്ണൂർ, എറണാകുളം ജില്ലകളിലാണ് രണ്ടാമതായി കൂടിയ താപനില രേഖപ്പെടുത്തുന്നത്. 34 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. അപ്പോൾ നിലവിൽ സംസ്ഥാനത്തെ മഴയുടെ അവസ്ഥ എന്താണെന്നും ചൂടിൻ്റെ അവസ്ഥ എന്താണെന്നെല്ലാം അറിഞ്ഞില്ലേ. മഴയാണെങ്കിലും ചൂടാണെങ്കിലും കൃത്യമായി പാലിക്കേണ്ട മുൻകരുതലുകൾ നമ്മൾ എന്നും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതെല്ലാം ഓർമ്മയിലുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ. ചെയ്തു എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.